ഹലോ ഗൈസ്, ഞാൻ പുറത്തു വന്നിക്കുമ്പോൾ എന്റെ അപ്പുറത്ത് വിട്ട് റംഷാ എന്നെ വിളിച്ചു. അവിടെ ചെന്നപ്പോ എന്റെ ഗപ്പി പ്രസവിച്ചു. എനിക്കുണ്ടായിരുന്നു ഗൈസ് ഇതിനേക്കാളും വലിയൊരു മോസ്റ്റ് ബ്യൂട്ടിഫുൾ കാലഘട്ടം ഞാൻ പറയും. ബാക്കിയുള്ളവർക്ക് എങ്ങനെയാന്ന് എനിക്കാരാണ് ഈ കിണറിലും ടാങ്കിലടക്കം മീൻ വളർത്തിയിരുന്നു. ഇപ്പൊ ഒന്നുമില്ല. കാലം നീങ്ങുന്നവരും എല്ലാം മുടിച്ചു പോയത്. നമ്മളെ കളിയുടെ ടോക്കൺ വിറ്റ് അതിന്റെ പ്രൈസ് കൊടുക്കാണ്ടായിരുന്നു. അങ്ങനെ ടോക്കണത്തെ ഒരു പ്രൈസ് ആയിരുന്നു കേക്ക്. അത് വാങ്ങിയിട്ട് എന്തായാലും നമ്മൾ നേരെ പോയിക്കൊണ്ടിരിക്കുകയാണ്. നല്ലൊരു മനുഷ്യനെ അടിച്ചു. അങ്ങനെ കേക്കിന്റെ കൊടുത്തപ്പോ ഒരു സാഡ്നെസ് അടിച്ചു. അടുത്ത നല്ലൊരു ഗിഫ്റ്റ് ബോക്സ് ആണ്. നമ്മളെന്തായാലും സാരിക്കാക്കുന്റെ ഒപ്പം നേരെ പോയിക്കൊണ്ടിരിക്കുകയാണ്. അതും കൊടുത്താൽ നമുക്ക് അതിനേക്കാൾ സങ്കടം. അതിന് കൂപ്പ് എങ്ങനെ എനിക്ക് അടിക്കാത്തതെന്ന് ഞാനല്ലോ. അങ്ങനെ പെട്ടെന്ന് രാത്രി നമ്മൾ ISL നമ്മൾ കേരള ബ്ലാസ്റ്റേഴ്സും ജയിച്ചതിന്റെ പൊലി കൂടി ഉണ്ടായിരുന്നു. ഉഗ്രം പെർഫോമൻസ് കൊണ്ട് നമുക്ക് ചായ കുടിച്ചാൽ പോകും. അങ്ങനെ നാട്ടിലുള്ള ഒന്ന് രണ്ട് പൊടി തണുപ്പ് വെറുതെ തണുപ്പ്. അങ്ങനെ നമ്മൾ നേരെ ചായക്കടയെ കണ്ട് നമ്മളൊരു പൊളിയുണ്ട് പൊളിച്ചു ചായ കുടിച്ചിട്ട്. അപ്പൊ നമ്മുടെ രാജമാണിക്കവും അതേപോലെ തന്നെ കളയാടി രാഘവന് ഇപ്പുറത്ത് നിൽക്കും. ഇവിടെ പരിപാടിക്ക് ചോറ് കൊടുക്കുന്നുണ്ട്. അത് പറഞ്ഞിട്ട് ഇറങ്ങിക്കാൻ രണ്ടും. അങ്ങനെ എന്തായാലും നമ്മൾ ചായ അങ്ങനെ കുടിച്ചുകൊണ്ടിരിക്കും. എന്റെ ഒപ്പുള്ള ചങ്ങായാണ് ചായ തള്ളുമ്പനെ കൊണ്ടുണ്ടായിരുന്നു. ഞാൻ വീട്ടിൽ കടയാടി കുഞ്ഞുട്ടി ഇവിടെ ഇന്ന് ചിരിച്ചിട്ടുണ്ടായിരുന്നു. കേരള ബ്ലാസ്റ്റേഴ്സ് ജയിച്ചതിനെ തോന്നുന്നു 100,000 പ്രതീക്ഷകളോടെ.